ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 500 ml പാലും തിളപ്പിക്കാൻ വെച്ചു. വേറൊരു 100 ml പാലിലോട്ട് വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ അതൊന്ന് കലക്കി വെക്കുന്നുണ്ട്. മുട്ടയൊന്നും ഇല്ലാതെ അതിനെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന പഞ്ചസാര ഇടാം. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടു. അത് കഴിഞ്ഞിട്ട് കലക്കി വെച്ചിരുന്ന ഈ ഒരു കസ്റ്റാർഡിൻ്റെ ഈ മിശ്രിതം അങ്ങോട്ട് ഒഴിക്കാം. ആ ഒഴിക്കുമ്പം തന്നെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങ് കട്ടിയായി പോവുകയും ചെയ്യും. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വാനിലയുടെ എസൻസും കൂടെ ഒഴിക്കാം. ഞാനൊരു ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. നിങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ച് നിങ്ങൾ സെർവ് ചെയ്യണം. ഒരിക്കലും ഫ്രീസറിലോട്ട് വെക്കരുത്. ഫ്രീസറിലോട്ട് വേണമെങ്കിൽ 10 മിനിറ്റ് ഒന്ന് വെക്കാം, പിന്നെ വേണേൽ എടുക്കാം, എളുപ്പം നമുക്ക് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തോട്ട് വേണ്ടുന്ന ഫ്രൂട്ട്സ് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിലെ വെള്ളമെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, വെള്ളത്തിൻ്റെ ഒരു പരുവായിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ ഫ്രൂട്ട്സും അതിനകത്തോട്ട് ഇടാം. എനിക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സ്ട്രോബെറിയുടെ ഇച്ചിരി സിറപ്പൊക്കെ അതിനകത്തോട്ട് ഒഴിച്ചു. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഫ്രൂട്ട്സ് എല്ലാം കൂടെ അതിനകത്തോട്ട് ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഐസ്ക്രീമും കൂടി ഇടാമെങ്കിൽ വേറൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീം ഇല്ലാതെയും കഴിക്കാൻ നല്ലതാണ്. ഞാൻ വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമുമാണ് എടുത്തത്. പിന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും അണ്ടിപ്പരിപ്പ്, ബദാം, എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ആ പാലൊന്ന് തിളയ്ക്കേണ്ട സമയം, പിന്നെ ഫ്രൂട്ട്സും ഒന്ന് കട്ട് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ്. ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, ഗോഡ് ബ്ലെസ് യു.